എന്തുകൊണ്ടാണ് തന്റെ ക്ലാസ്സിലെ പെൺകുട്ടികൾ ജോങ്കുവിനെ ഇത്രത്തോളം ആരാധിക്കുന്നതെന്ന് ഹാനുളിനെ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയിരുന്നില്ല. അതേപോലെ തന്നെ ഹാനുൾ സുന്ദരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ജോങ്കുവിന് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന അവരാണ് ഇപ്പോഴത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസമാകുന്നത്. നീ എങ്ങനെ അറിഞ്ഞു എനിക്ക് ജോലി കിട്ടിയില്ല എന്ന്? ഞാനത് നിന്നോട് പറഞ്ഞില്ലല്ലോ. ജോങ്കു നടന്നതെല്ലാം അവളോട് പറയുന്നു. കിങ് മറ്റൊന്നും ഉദ്ദേശിച്ച് കാണില്ല, പിന്നെ നടന്നതെല്ലാം അവന് അറിയില്ലായിരുന്നല്ലോ. എന്തായാലും കുഴപ്പമില്ല, ധൃതി പിടിച്ച് വീണ്ടും ജോലിക്ക് കയറിയിരുന്നെങ്കിൽ വീണ്ടും അതെന്നെ സീരിയസ്ലി ബാധിച്ചേനെ. അവർ രണ്ടും തിരികെ പോകാൻ ടിക്കറ്റ് എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. അല്ല, നീ ഇതിന് മാത്രമാണ് ഇങ്ങോട്ട് വന്നേ? എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ഇത്ര ദൂരം ഇതിനായി വരത്തില്ല. അവനാകെ പരങ്ങുന്നു. അത് അത് അവൻ ചുറ്റും നോക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരു ട്രാവൽ ഗൈഡ് കാണുന്നത്. ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വന്നതാ. ഇവിടെ ഞാൻ അങ്ങനെ വന്നിട്ടുമില്ല. അല്ലെങ്കിൽ നിന്നെ കാണാൻ മാത്രം വരാൻ ഞാനെന്ത് പൊട്ടണോ? ടിക്കറ്റ് എടുക്കാൻ പോയ ജോങ്കുവിനെ ഹാരോൾഡ് പിടിച്ചു നിർത്തുന്നു. നീ സ്ഥലം കാണാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് പോകണോ? വാ. ആ ട്രാവൽ ഗൈഡും എടുത്ത് അവർ അവനെയും കൊണ്ട് മുന്നോട്ട് നടക്കുന്നു. അങ്ങനെ അവർ ആ സ്ഥലം ചുറ്റിക്കാണുന്നു. സൈക്ലിംഗ് ഒക്കെ അവർ ചെയ്യുന്നു. റേസിന്റെ തുടക്കത്തിൽ സ്റ്റാർട്ട് പറയും മുമ്പേ ഹാരോൾഡ് സൈക്കിൾ ഓടിക്കുന്നുണ്ടെങ്കിലും അവസാനം ജയിച്ചത് ജോങ്കുവാണ്. അവൻ അവളുടെ തലക്കിട്ട് അടിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് തൊടുന്നതേയുള്ളൂ. അത് കഴിഞ്ഞ് ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് ഫോട്ടോയും അവർ എടുക്കുന്നു. അങ്ങനെ രാത്രി ലാസ്റ്റ് ട്രെയിൻ വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. പക്ഷെ പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്നൊരു അപ്പൂപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ബോധം കെട്ട് വീഴുന്നത്. ജോങ്കു അപ്പൂപ്പന് CPR കൊടുക്കുന്നുണ്ടെങ്കിലും അതേ പോയിന്റ് അവനങ്ങ് ഫ്രീസായി പോകുന്നു. കാരണം ആ ബോധം കെട്ടി കിടക്കുന്ന അപ്പൂപ്പനെ കാണുമ്പോൾ അവൻ ആ മരിച്ച സ്ത്രീക്ക് CPR കൊടുത്തത് ഓർമ്മ വരുന്നു. അതെ, ട്രോമ. എന്റെ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായ ഹാനോൾ അവനോട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് CPR ചെയ്യുന്നു. അങ്ങനെ ആൾക്കൂട്ടമായി, ആംബുലൻസായി, ആകെ ബഹളം. എല്ലാം കഴിഞ്ഞപ്പോഴോ ട്രെയിനും പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? നമുക്ക് രാത്രിയിൽ ഇവിടെ തങ്ങാം. അങ്ങനെ അവരൊരു ഹോട്ടലിൽ പോയി 2 റൂം എടുക്കുന്നു. അതിലൊരു റൂം വൃത്തിയാക്കുന്നതിനാൽ 1 മണിക്കൂർ അവർക്ക് രണ്ടുപേർക്കും ഒരേ റൂമിൽ നിൽക്കേണ്ട അവസ്ഥ വരുന്നു. അവൻ ആകെ പരുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് അവൾ കൈകൊണ്ട് കട്ടിലിരിക്കാൻ പറയുന്നു. അവനാണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞിരുന്നതോ അവളുടെ കൈയുടെ മുകളിലും. രണ്ടുപേരും സ്റ്റക്കാകുന്നു. അപ്പോൾ തന്നെ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്നെയിൽ ഒരു ഹ്യൂമൻ ബോഡി ആയിട്ടാണ് കാണുന്നേ, പ്രോട്ടീൻ കൂട്ടമായിട്ടാണ് കാണുന്നേ. പ്രോട്ടീനോ? അതെ, അല്ലാതെ ഞാൻ പിന്നെ നിന്നെ അട്രാക്റ്റീവ് കാണണോ? അങ്ങനെ വല്ല ആയാൽ ഞാൻ പിന്നെ ജീവിച്ചിട്ട് എന്തിനാ? സത്യം, നമ്മൾ തമ്മിൽ പിന്നെ ഒരു ബന്ധം കാണില്ല. അതൊക്കെ വിട, ഇപ്പം നമുക്ക് ബിയർ കുടിക്കാം. അങ്ങനെ അവർ ബിയറൊക്കെ കുടിക്കുന്നു. എന്ത് ദിവസമല്ലേ, ഞാൻ ഇന്റർവ്യൂവിന് വന്നിട്ട് ദാ ഇവിടെ ഇരുന്ന് ബിയർ കുടിക്കുന്നു. ഇവിടെ വന്നത് ആ മനുഷ്യനെ രക്ഷിക്കാനാണെന്നാണ് തോന്നുന്നത്. ജോങ്കു കോട്ടുവായിടുന്നത് കണ്ടിട്ട് ഇത്ര സീരിയസ് ആയി സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നീ അത്രയ്ക്ക് ബോറായിട്ടാ പറയുന്നേ, പിന്നെ എനിക്ക് ഉറക്കവും വരുന്നു. പണ്ട് താൻ നന്നായി ഉറങ്ങിയിരുന്നെന്നും ഇപ്പോൾ അതിന് പറ്റാറില്ലെന്നും അവൻ പറയുന്നു. ഉറക്കമില്ലായ്മയാണോ? അതൊന്നുമല്ല. അപ്പോഴേക്കും അവളുടെ ഫോൺ ഇരിക്കുന്നു. അമ്മയെ ഞാൻ സംസാരിച്ചിട്ട് വരാം. അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അമ്മയോട് ഇന്നിവിടെ നിന്നിട്ട് നാളെ വരാമെന്നും വരുമ്പോൾ ഇന്റർവ്യൂവിന്റെ കാര്യം പറയാമെന്നും അവൾ പറയുന്നു. ഫോൺ വെച്ചപ്പോൾ തന്നെ കൂട്ടുകാരിയും അവളെ വിളിക്കുന്നു. ഇന്റർവ്യൂ കിട്ടിയില്ല എന്നും ജോങ്കു പറഞ്ഞ കാര്യങ്ങളും അവൾ പറയുന്നു. ജോങ്കു പറഞ്ഞതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനല്ലടി, അവന് ആത്മാർത്ഥതയില്ലെങ്കിൽ എന്തിനാ അവൻ ഇത്ര ദൂരം വന്നത്? അവനവിടെ എന്തിനാ വന്നത്? സ്ഥലം കാണാനാടി. പിന്നെ അതൊക്കെ എക്സ്ക്യൂസ് അല്ലേ? അവന് നിന്നോട് ലവ് ആണ്, എനിക്ക് ഉറപ്പാ. അങ്ങനെയൊന്നും ഇല്ല, നീ വെച്ചിട്ട് പോയേ. അവൾ ഫോൺ വെക്കുന്നു. അവളുടെ മനസ്സിലും അങ്ങനെ ഒരു തോട്ടുണ്ടായിരുന്നെങ്കിലും അത് അംഗീകരിക്കാൻ ഒട്ടും അവൾക്ക് പറ്റില്ലായിരുന്നു. ജോങ്കു ഇതിനോടകം ഉറങ്ങിയിരുന്നു. ബട്ട് പതിവ് പോലെ ദുസ്വപ്നം കണ്ട് അവൻ ഉണരുന്നു. കറക്റ്റ് ടൈമിൽ ഹാരോൾ വന്നിട്ട് മറ്റേ മുറി റെഡി ആയെന്നും താൻ അങ്ങോട്ട് പോവാണെന്നും പറയുന്നു. പെട്ടെന്ന് അവളുടെ കയ്യിൽ അവൻ പിടിക്കുന്നു. ഇന്ന് രാത്രി നിനക്ക് ഇവിടെ നിന്നോടെ? അവൾ അന്തിച്ചു പോകുന്നു. അത് അത് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഈ കാർഡ് കളിക്കാമെന്നാ, കുറച്ചു നേരം കൂടി. ശരി, ഞാൻ ബാഗ് കൊണ്ട് വെച്ചിട്ട് വരാം. അങ്ങനെ ബാഗൊക്കെ വെച്ചവൾ തിരിച്ചു വരുന്നു. സത്യത്തിൽ ആ കാർഡ് ഗെയിം അവൾക്ക് അറിയില്ലായിരുന്നു. അവനാണെങ്കിൽ കളിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ജയം ഉറപ്പിച്ച് കളി തുടങ്ങുന്നു. ജയിച്ചയാൾക്ക് തോറ്റയാളെ അടിക്കാമായിരുന്നു. നമ്മുടെ ജോങ്കുവിന്റെ സ്വപ്നങ്ങൾ തുടക്കത്തിൽ തന്നെ വീണുടയുന്നു. കാരണം നമ്മുടെ ഹാനർ ഫാസ്റ്റ് റീഡർ ആയതുകൊണ്ട് പെട്ടെന്ന് കളി പിടിച്ചെടുത്ത് ജോങ്കുവിനെ പുഷ്പം പോലെ തോൽപ്പിക്കുന്നു. ഗുഡ് ഗേൾ, ഇനി നമുക്ക് കളി തുടങ്ങാം. ഇത് ട്രയൽ ആയിരുന്നു. തോറ്റിട്ട് അത് ട്രയൽ ആണെന്ന് പറഞ്ഞാൽ ഹാരോൾഡ് സമ്മതിക്കുമോ? അവൾ അവനോട് നല്ല കിഴക്ക് വെച്ച് കൊടുക്കുന്നു. അവൾക്ക് അവനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും ചോദിക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ അവർ രണ്ടുപേരും ഒരുമിച്ചല്ല വീട്ടിലേക്ക് തിരിച്ചത്. നിന്റെ അമ്മ നീ എൻ്റെ കൂടെയാണെന്നാണ് ഞാൻ വറീഡാകും. സോ ഇതാണ് നല്ലത്. അങ്ങനെ ആദ്യം വീട്ടിലെത്തുന്നത് ഹാനോളാണ്. വീട്ടിലേക്ക് കയറാനൊരുങ്ങിയതും അമ്മയും അനിയനും തമ്മിൽ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നു. അനിയൻ അമ്മയോട് ഹാനോളിന് ജോലി കിട്ടിക്കാണില്ലെന്നും അതാണ് ഇന്നലെ വരാഞ്ഞതെന്നും മറ്റും പറയുകയായിരുന്നു. ഇത് കേട്ടിട്ട് ഹാനോൾ തിരികെ നടക്കുന്നു. കുറെ നേരം കഴിഞ്ഞ് ജോമു വന്നപ്പോൾ കാണുന്നത് തുണി വിരിച്ചിടുന്ന അമ്മയെയാണ്. അമ്മയിൽ നിന്ന് ഹാനോൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്നവൻ മനസ്സിലാക്കുന്നു. ഹലോ, നീ എവിടാ? ഞാൻ വീട്ടിലാ. വീട്ടിലോ? പിന്നെന്താ ഭയങ്കര ശബ്ദം? അത് TVയുടെയാ.
എനിക്ക് മനസ്സിലായ പോലെ അവൻ ചിരിക്കുന്നു. അവൾ ഗെയിം സ്റ്റേഷനിലിരുന്ന് ഗെയിം കളിക്കുകയായിരുന്നു. കറക്റ്റ് അവിടെ ചെന്ന് അവളുടെ ചെവിക്ക് പിടിക്കുന്നു അവൻ. എന്തൊക്കെയായാലും പിന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഗെയിമൊക്കെ ഒരുപാട് നേരം കളിക്കുന്നു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. കുറച്ചു നേരം കൂടി എന്തെങ്കിലും ഫണ്ണായിട്ട് ചെയ്യാമെന്നേ. എങ്ങനെ നമുക്ക് നമ്മുടെ സ്കൂളിൽ പോയാലോ? ഈ രാത്രിയോ? അതിനിപ്പോ എന്താ? അങ്ങനെ ഇവർ സ്കൂളിലേക്ക് ചെല്ലുന്നു. തീരം ആദ്യം ക്ലാസ്സിൽ കയറാൻ ഓടിക്കൊണ്ടിരുന്നവർ ആ വഴിയിലൂടെ വീണ്ടും ഓടുന്നു. ക്ലാസിന്റെ ഉള്ളിൽ കയറിയിട്ട് അവർ തങ്ങളുടെ സീറ്റിലിരിക്കുന്നു. നെസ്റ്റ് അടിക്കുന്നുണ്ടല്ലേ? അതെ അതെ. നിന്റെ അടുത്ത് ഞാൻ പണ്ട് ചോദിക്കണമെന്ന് കരുതിയതാ. ഫൈനൽ എക്സാമിനെക്കാളും ടഫ് ആയിരുന്നല്ലോ മോഡല്. അതിന് നീ ഫസ്റ്റ് വന്നിട്ട് പിന്നെന്ത് ഫൈനൽ എക്സാമിന് മാർക്ക് പറഞ്ഞത്? അത് പിന്നെ അതെനിക്ക് തീരെ വയ്യായിരുന്നു. ഭയങ്കര ദേഹവേദനയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഡ്രീം കോളേജിൽ കിട്ടില്ലെന്ന് അറിയാമായിരുന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് സങ്കടമായി എനിക്ക്. എല്ലാവരും കുഞ്ഞുനാൾ തൊട്ട് എന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു. സോ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ആ ടൈമിൽ. ഒരു വട്ടം കൂടി ഹൈസ്കൂൾ ടീമിലേക്ക് തിരികെ പോകാൻ പറ്റിയാൽ ആ എക്സാം ഒന്നും കൂടി ഞാൻ എഴുതാം. എനിക്ക് പഴയ കാലത്തേക്ക് തിരികെ പോകാൻ പറ്റിയാൽ ഞാൻ അതിനെ ഹഗ് ചെയ്യും. ഇറ്റ് മസ്റ്റ് ബി സോ ഹാർഡ് ഫോർ യു. അവർ പരസ്പരം വികാരഭരിതരായി നോക്കി നിൽക്കെ ആരോ ടോർച്ചും അടിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. രണ്ടുപേരും ഒരു ടേബിളിന് പുറകിൽ ഒളിക്കുന്നു. സെക്യൂരിറ്റി വന്ന് അവിടേക്ക് നോക്കിയിട്ട് പോകുന്നു. തിരികെ വീട്ടിലേക്ക് കയറിയതും ഹാനോൾ അവനൊരു പ്രോട്ടീൻ അല്ലേ, പക്ഷേ എന്താ ഹാർട്ട് ബീറ്റ് കൂടുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് പറയുന്നു. പ്രോട്ടീനോ ഹാർട്ടോ? എന്ത് പ്രോട്ടീൻ ഹാർട്ട് നല്ലതാണോ? ഏ ആ ചേച്ചി, എന്താ ഇന്റർവ്യൂ? ഞാൻ ഫെയിലായി. കുറച്ചുനാൾ കൂടി റെസ്റ്റ് എടുത്ത് കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതെ അതെ, നല്ലതാ. താൻ വിചാരിച്ചതിനേക്കാളും എളുപ്പത്തിൽ വീട്ടിൽ ഈ കാര്യം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. നടന്നതൊക്കെ ജോങ്കുവിന് അവൾ മെസ്സേജും ഇടുന്നു. പിറ്റേന്ന് ക്യുങ്മിൻ പറഞ്ഞതനുസരിച്ച് ജോങ്കു അവനെ കാണാൻ കോഫി ഷോപ്പിലേക്ക് പോകുന്നു. ക്യുങ്മിൻ ഒരു ക്യാമറ പിൻ കൊടുത്തിട്ട് 2 ദിവസം മുമ്പ് സാധനങ്ങൾ മാറ്റാൻ അവന്റെ ക്ലിനിക്കിൽ ചെന്നപ്പോൾ കിട്ടിയതാണെന്ന് പറയുന്നു. ജോങ്കു തന്റെ ക്ലിനിക്കിൽ ചെന്ന് അവിടെയെല്ലാം തിരയുന്നു. കൂടുതൽ ഒളി ക്യാമറകൾ അവന് കിട്ടുന്നു. അങ്ങനെ അവർ അതും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് ഫയൽ ചെയ്യുന്നു. തിരികെ ഇറങ്ങുമ്പോൾ ക്യുങ്മിനോട് ജോങ്കു എന്തുകൊണ്ടാണ് ക്യാമറ കിട്ടിയ ദിവസം തന്നോട് ഈ കാര്യം പറയാഞ്ഞതെന്ന് ചോദിക്കുന്നു. ഞാൻ കരുതി വല്ല പ്രാങ്കോ മറ്റോ ആണെന്നതാ. എന്തായാലും നന്ദിയുണ്ട്. ഇപ്പൊ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിത് അറിയില്ലായിരുന്നു. എല്ലാ വഴിയും അടഞ്ഞു കരുതിയപ്പോഴാ ഇത് തെളിഞ്ഞു വന്നത്. എന്തായാലും ഇത് അടുത്ത ട്രയലിന് എനിക്ക് ഉപകരിക്കും. പിന്നെ ഹാനോളിനെ വിളിച്ചൊന്ന് മാപ്പ് പറയണം കേട്ടോ. നിനക്ക് ഹാനോളിനെ ഇഷ്ടമാണോ? ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ എനിക്കത് ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും. നിനക്ക് സന്തോഷിക്കാനുള്ള അവകാശമില്ല. ഇതേ സമയം ഹാനോളും ഹോങ്റാനും ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുകയായിരുന്നു. എടി, അവന് നിന്നോട് പ്രേമോടി, എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇത്രയും അവൻ ചെയ്യുമോ? അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ജോങ്കുവിനെ അവൾ കണ്ടത്. അവൾ അവന്റെ പുറകെ ഓടുന്നു. ജോങ്കു, എന്താ നീ ഇങ്ങനെ കിതയ്ക്കുന്നേ? എന്നോട് എന്നോട് നീ എന്തിനാ ഇത്ര കെയറിങ് കാണിക്കുന്നത്? എന്റെ കൈയൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ട് നിന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞ്. പെട്ടെന്ന് ജോങ്കുവിന് എന്ത് പറയണമെന്ന് അറിയാതെ ആകുന്നു. സോറി, നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. നിനക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതിൽ സോറി. ഞാൻ ഇനി തൊട്ട് കൂടുതൽ ശ്രദ്ധിച്ചോളാം. അവൾ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് വിരിച്ചിട്ടിരുന്ന തുണി മാറ്റിയപ്പോൾ ഇരിക്കുന്നു ഹാനോളുടെ ഫാമിലി മൊത്തം. അവരവിടെ മീറ്റ് പൊരിച്ച് തിന്നുകയായിരുന്നു. ജോങ്കുവിന്റെ കൂടെ ഫുഡ് കഴിക്കാനായിരുന്നു അവരവിടെ വന്നത്. ആകെ നാണം കേട്ട് ഹാനോൾ താഴേക്ക് ഓടിപ്പോകുന്നു. പുറകെ അമ്മയും അനിയനും മാമനും. അവൾ മുറിയിൽ കയറി കഥ കടിച്ചതും അനിയൻ ഹാനോളിന്റെ ലവ് കൺഫെഷൻ റിജക്ട് ചെയ്തെന്ന് പറയുന്നു. ആരോട് അങ്ങനെ പറഞ്ഞത്? അവൾ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ കയ്യിൽ പിടിച്ചെന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഹാനോൾ ഇറങ്ങി വന്നിട്ട് തനിക്ക് അവനോട് പ്രേമവും ഒരു മണ്ണാങ്കട്ടയും ഇല്ലെന്നും ബോറടിച്ചതുകൊണ്ടാണ് താൻ അങ്ങനെ ചോദിച്ചതെന്നും എല്ലാവരും പോയി അവരുടെ പണി നോക്കാനും പറയുന്നു. അതിനുശേഷം മുറിയിൽ പോയി നാണക്കേട് കാരണം അവൾ മുഖം പൊത്തി ശബ്ദമില്ലാതെ നിലവിളിക്കുന്നു. ജോങ്കുവും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പെട്ടെന്ന് രാവിലെ എങ്ങോട്ട് പോവാനായി ജോങ്കു ഒരുങ്ങിയിറങ്ങുന്നു. കഥക് തുറന്നതും കണ്ടത് ഹാനോളിന്റെ അമ്മയെ. അവൻ അവരെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരാകട്ടെ അവനെ ഒരു മൈൻഡും ചെയ്യുന്നില്ല. മാത്രമല്ല അവൻ നിന്നെടുത്ത് വെള്ളമൊഴിച്ച് അവന്റെ കാലുമൊത്തം നനയ്ക്കുകയും ചെയ്യുന്നു. അയാളോട്ടിറങ്ങിയത് ദാ മാമൻ. ജോങ്കു അയാളുടെ കടയിൽ നിന്നായിരുന്നു രാവിലെ ഫുഡ് കഴിച്ചിരുന്നത്. അവനെ കണ്ടതും അയാൾ തുറന്ന കട അടച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഇവിടുന്ന് ഫുഡ് ഇല്ല എന്ന് പറയുന്നു. അവൻ നോക്കുമ്പോൾ താണ്ടെ തൊട്ട് ഫ്രണ്ട് കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം ഇരിക്കുന്നു. ഒന്നും മിണ്ടാതെ കൺവീനിയൻസ് സ്റ്റോറിൽ ചെന്ന് ഫുഡ് വാങ്ങാൻ ഇറങ്ങിയതും ദാ അനിയൻ അത് സ്ലൈഡ് ചെയ്ത് വന്നിരിക്കുന്നു. അത് ലാസ്റ്റ് പീസ് ആയിരുന്നു. പുറത്തോട്ടിറങ്ങിയതും ദാ നിൽക്കുന്നു ഹാനോൾ. അവൾ താൻ പൊട്ടത്തരമാണ് ഇന്നലെ വിളിച്ചു പറഞ്ഞതെന്നും ഡ്രങ്ക് ആയിരുന്നെന്നും മറ്റും പറയുന്നു. ശരി, പക്ഷെ നീ എന്നെ കാണുമ്പോൾ ഒഴിവാക്കരുത്. നമുക്ക് പഴയതുപോലെ തന്നെ തുടരാം. അവൾ അതിന് സമ്മതിക്കുന്നു. ഇതൊക്കെ ഞാൻ എവിടുന്ന് പിടിച്ചുകൊണ്ട് കൊടുക്കാനാ? എന്റെ മകൻ അയച്ചു തന്ന പ്രാണികളുടെ ഫോട്ടോ നോക്കി ഹോങ്റാൻ പറഞ്ഞു. പ്രാണികളെ അവൾക്ക് വലിയ പേടിയായിരുന്നു. ലിഫ്റ്റിനുള്ളിൽ കയറിയതും തന്റെ കോട്ടിൽ ഒരു പ്രാണിയെ അവൾ കാണുന്നു. നീല വിളിച്ച് ബഹളമുണ്ടാക്കി അവളുടെ കോട്ടിൽ നിന്ന് ആ പ്രാണിയെ പുഷ്പം പോലെ ജലസ് ഡോക്ടർ എടുത്തു കൊടുക്കുന്നു. അയാളും ആ ലിഫ്റ്റിലുണ്ടായിരുന്നു. അപ്പോഴാണ് കോട്ടിൽ ഹോങ്റാൻ എന്ന പേര് അയാൾ കണ്ടത്. അത്ഭുതത്തോടെ അയാൾ നോക്കി നിൽക്കുന്നു. ഡോക്ടറെ കാണാൻ പോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയായിരുന്നു ഹാനോൾ. ജോങ്കുവിനെ ഒഴിവാക്കരുത്. ഐ ക്യാൻ ഫേസ് ഹിം. പെട്ടെന്ന് ദാ മുന്നിൽ വന്ന് നിൽക്കുന്നു ജോങ്കു. ഐ കാനോട്ട്. അവൾ തിരിഞ്ഞു പോകുന്നു.
നീയല്ലേ പറഞ്ഞ നമുക്ക് പഴയതുപോലെ ഫ്രണ്ട്സായി പോകാമെന്നോ? ഇപ്പം എന്താ ഇങ്ങനെ? കാരണം ഇത് ഭയങ്കര ഹ്യൂമിലേറ്റിംഗ് ആണ്. ഓരോ വട്ടം നിന്നെ കാണുമ്പോഴും എൻ്റെ തൊലി പൊളിയുന്നു. ഹാനുൾ, ഇത് നിന്റെ തെറ്റല്ല. എനിക്ക് ഓപ്പൺ ആവാൻ പറ്റാത്തത് അതിനുള്ള അവകാശം എനിക്കില്ലാത്തത് കൊണ്ടാണ്. അപ്പോഴാണ് അവിടെ ഒരു അപകടമുണ്ടായി പരിക്കേറ്റ ആളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. അവിടെ തളം കെട്ടി നിന്ന് ചോര കണ്ടതും ജോങ്കുവിന് അന്നത്തെ ഓപ്പറേഷൻ ഓർമ്മ വരുന്നു. അവൻ ശ്വാസമെടുക്കാൻ ഒരുപാട് പാടുപെടുന്നു. അന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഹാനുൾ ഒരു പ്രത്യേകതരം അസുഖത്തെ പറ്റി അറിയുന്നു. ഡോക്ടേഴ്സിൽ കാണപ്പെടുന്ന ഒരു മാനസികാവസ്ഥയായിരുന്നു അത്. എന്തെങ്കിലും ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ലൈക്ക് മെഡിക്കൽ ആക്സിഡന്റ്, ഡെത്ത് ഓഫ് പേഷ്യന്റ് എന്നിവയുണ്ടായാൽ പിന്നീട് അത്തരത്തിലൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ബ്ലഡ് കാണുമ്പോഴേക്ക് ദേഹാസ്വസ്ഥതയും ബ്രീത്തിങ് പ്രോബ്ലവും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയായിരുന്നു അത്. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ഹാനുൾ ജോങ്കുവിന്റെ സിറ്റുവേഷനും ഈ കണ്ടീഷനും സെയിം ആണല്ലോ എന്ന് ഓർക്കുന്നത്. ഇതേ സമയം ദുസ്വപ്നം കണ്ട് ഉറക്കം പോയി പുറത്തിരിക്കുകയായിരുന്നു ജോങ്കു. പെട്ടെന്ന് ഹാനുൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. സോറി, റിയലി സോറി. നീ ഒരുപാട് സഹിച്ചു. ഇത് പറയാൻ എനിക്കൊരു അവകാശവുമില്ല. ബട്ട് ഐ മിസ്ഡ് യു. രണ്ടുപേരും നിറകണ്ണുകളോടെ പരസ്പരം നോക്കുന്നു.